ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം കൊട്ടാരക്കര മൈജിയിൽ എത്തിയിരിക്കുകയാണ്. ഡിസംബർ 9 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹസ്ബൻഡ് ചോദിച്ചാൽ എന്താണ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോൺ മതിയെന്ന്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണാണ്, കുറേ പഴക്കം ചെന്ന ഒരു ഫോണാണ്. ക്യാമറ ക്ലാരിറ്റി ഒന്നും അത്ര പോരാ. അപ്പോൾ അത്യാവശ്യം യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ ആലോചിച്ചിട്ട് S21 എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രദറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന്. അങ്ങനെ അവനെ വിളിച്ച് പറഞ്ഞിട്ട് അവൻ ഞങ്ങളെക്കാൾ മുന്നേ അവിടെ എത്തി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഫോണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ എന്തായാലും അവിടെ വരെ വന്നില്ല എന്ന് എഴുതി ചുറ്റി നടന്ന് മൊത്തവും അവിടെ ഉള്ള ഫോണുകളും കാര്യങ്ങളും എല്ലാം നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഹസ്ബൻഡ് സത്യത്തിൽ നാട്ടിലില്ലെങ്കിൽ അങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. എൻ്റെ കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ഗിഫ്റ്റൊക്കെ മേടിച്ച് തരാറുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ മോൻ ബഹളം ഉണ്ടാക്കി ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. മോൻ്റെ സ്കൂളും എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടല്ലേ, സന്ധ്യയായപ്പോഴല്ലേ ഞങ്ങൾ ഇറങ്ങിയത്. അവൻ വല്ലാണ്ട് ടയേർഡായിപ്പോയി. അപ്പം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ പിള്ളേരെയും കൊണ്ട് കാറിൽ പോയിരിക്കാം, നീ ഇവിടുത്തെ ഡീലിംഗ് എല്ലാം നടത്തിയിട്ട് വാന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിള്ളേരെയും കൊണ്ടുപോയി വണ്ടിയിലിരിക്കുമായിരുന്നു. അങ്ങനെ ബ്രദർ ഫോണൊക്കെ പർച്ചേസ് ചെയ്ത് കവർ എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവനും അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. തിരിച്ചെത്തിയപ്പോഴത്തേക്ക് കുറേ ലേറ്റായി. പിന്നെ എങ്ങനെയെങ്കിലും അവരെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി റൂമിൽ വന്നപ്പോഴത്തേക്ക് തന്നെ ലേറ്റായി. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഈ ഫോണൊക്കെ, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ഫോൺ നല്ല ഫോണാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് നീ എന്താ എനിക്ക് ഫോട്ടോ ഒന്ന് അയച്ചു തരാൻ, ഞാൻ ഫോണിൻ്റെ ഫോട്ടോ എന്താ അയച്ചു തരാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയും നേരം ബിസി ആയിരുന്നു, സമയം കിട്ടിയില്ല, ഞാനിപ്പോൾ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പുള്ളി കോളിലായിരുന്നു. അന്നേരം തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് സത്യം പറയാമല്ലോ, ഫോൺ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്ത ഫോണല്ല ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് സത്യം ഒരു പൂ ചോദിച്ചൊരു പൂക്കാലം കിട്ടിയ ഒരു അവസ്ഥയാണ്. സ്വപ്നം പോലും കണ്ടിട്ടില്ല, സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല എന്ന് പറയാം എനിക്ക്. അതേപോലെ ഒരു ഫോണാണ് പുള്ളി എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഗാലക്സി S23 അൾട്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. താങ്ക് യു രാകേഷ്, താങ്ക് യു സോ മച്ച്.